ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ LDC 2024 നമ്മൾ ആ എക്സാം അടുത്ത് വരാൻ പോവുകയാണ് അല്ലേ. ഇപ്പോൾ കറണ്ട് അഫെയർസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോസാണ്. ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും LDC 2024 മാത്രമായി ചെയ്യുന്ന കറണ്ട് അഫെയർസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ത്യയിൽ 2023 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സീരീസ് പോകുന്നത്. അതിനുശേഷം കേരളം എടുക്കും. 2021, 2022 നമ്മൾ ഇതിനൊപ്പം പറഞ്ഞു പോകും. ഇതുകൂടാതെ അനുബന്ധ വസ്തുതകളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നാഗാലാൻഡ് തെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് 9 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സൽഹൌതു വോനുവോക്കു, ഹെഗാനി ജഗാലു. കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലേ. റോഷിഖാൻ റൂബിറാം, അനുപമ റോയ് സോണിയാദേവ്, ലീലാദേവി ഷീലാറാണി. ഇതിലാരാണ്? ഇതിൽ സൽഹൌതുവോനോവോക്കു, ഹെഗാനി ജഗാലു. ആ പേര് വളരെ പ്രയാസം പിടിച്ചൊരു പേരാണ്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിലേക്ക് 2 വനിതകൾ എത്തുക മാത്രമല്ല, നാഗാലാൻഡ് നിയമസഭയിൽ മന്ത്രിപദത്തിലെത്തിയ ഒരു ആദ്യത്തെ വനിതയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പുതുതായി നിയമസഭ രൂപീകരിക്കപ്പെട്ടപ്പോണ്ടായി. ആരാണ് നാഗാലാൻഡിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത? നാഗാലാൻഡിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത ഹെഗാനി ജഗാലു ആണ്. ഇപ്പം നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകൾ സൽഹൌതുവോനുവോക്കു, ഹെഗാനി ജഗാലു. അതിൽ നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത എന്ന് പറയുന്നത് ഹെഗാനി ജഗാലു ആണ്. അപ്പോൾ ഓഗസ്റ്റ് 3 നാഗാലാൻഡ് മുഖ്യമന്ത്രി പുതിയ മന്ത്രിസഭയെ നിയമിച്ചത്. ഇവർ ദേശീയ വിഭവ വികസന മന്ത്രിയുമായി. ഇത് നാഗാലാൻഡിലെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. അപ്പോൾ നാഗാലാൻഡിൽ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ് വിജയിച്ചത്. ഇപ്പം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 9 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തും ആരാണ് ഭരിക്കുന്നത് എന്നുള്ള ഏകദേശം ചോദിക്കാം. ഏത് പാർട്ടിയാണ് ആ സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത്, അവിടുത്തെ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് അലയൻസ് ഏതാണെന്ന് ചോദിക്കാം. അവിടുത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും കാണാപ്പാഠം പഠിക്കേണ്ടേ എന്നുള്ളതൊക്കെ തോന്നുക ഇല്ല. എന്നെ ഞാനൊരു വഴി പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക. ഇതാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പോൾ BJP ആണല്ലോ പ്രധാന കക്ഷി. അത് കഴിഞ്ഞാൽ കോൺഗ്രസ്, BJPയുടെ അലയൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസിൻ്റെ അലയൻസ് ഉണ്ട്, മറ്റുള്ളവരുമുണ്ട്. ഇങ്ങനെ 3 തരത്തിലായിട്ടാണ് ഇന്ത്യയിൽ സ്ഥിതി. അതായത് BJP ഉണ്ട്, BJP റൂൾ ചെയ്യുന്നുണ്ട്, BJPയും സഖ്യകക്ഷികളും കൂടി റൂൾ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസും സഖ്യകക്ഷികളും കൂടി ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മറ്റുള്ളവരുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ പ്രധാനമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക്. ഇന്ത്യയുടെ മുഗൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലോ ഹരിയാനയിലോ, ഇപ്പോൾ ഉത്തർപ്രദേശ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് അല്ല നമ്മൾ ആദ്യം പറയുന്നത്. ഉത്തരാഖണ്ഡിലോ, ഉത്തരാഖണ്ഡ് ഇതാ ഈ കിടക്കുന്നതാണ് ഉത്തരാഖണ്ഡ്, കണ്ടോ, ഇതാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ ഹിമാചൽ പ്രദേശ് അവിടെയൊക്കെ ഉണ്ട്. അതിൽ ഉത്തരാഖണ്ഡിൽ ഏറ്റവും മുകളിൽ ഹിമാചൽ പ്രദേശാണ്, ഉത്തരാഖണ്ഡിൻ്റെ മുകളിൽ. മറ്റ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഏറ്റവും മുകളിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലോ ഹരിയാനയിലോ ഒന്നും തന്നെ എന്തില്ല,
പഞ്ചാബിലൊക്കെ തന്നെ ബി ജെ പി ഇല്ല. മറിച്ച് എവിടെയാണ് ബി ജെ പി കിടക്കുന്നത്? ബി ജെ പി അതിന് താഴത്തായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തെക്കേ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല. മഹാരാഷ്ട്രയിൽ മാത്രമാണ് വേണമെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കുറച്ച് ഭാഗത്ത് ഒരു ഭാഗം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ആര് കിടക്കുന്നുണ്ട്. എന്നാൽ പോലും തെക്കേ ഇന്ത്യ എന്ന് കൂട്ടാറില്ല. വിന്ധ്യ സാത്പുര പർവ്വത നിരകൾക്ക് ഇപ്പുറത്തുള്ള പ്രദേശമാണല്ലോ തെക്കേ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അവിടെ നോക്കിയാൽ ബി ജെ പി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ തീരപ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇല്ല. ഇപ്പം ബി ജെ പി മറിച്ച് പക്ഷേ ബി ജെ പി ആണ് ഏറ്റവും വലിയ റൂളിംഗ് പാർട്ടി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ബി ജെ പി ആണ്. ബി ജെ പി ഇന്ത്യയുടെ ഈ മധ്യഭാഗത്ത്, ഉത്തരേന്ത്യയുടെ ഈ മധ്യഭാഗത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം അവിടെ മണിപ്പൂരിൽ ആരാണ്? ബി ജെ പി ഉണ്ട്. നാഗാലാൻഡിൽ ബി ജെ പിയും സഖ്യകക്ഷികളും കൂടിയാണ്. അരുണാചൽ പ്രദേശ് അത് ബി ജെ പിയും സഖ്യകക്ഷികളും കൂടിയിട്ടാണ്, അല്ല ബി ജെ പി ആണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് അവിടെയും ബി ജെ പി ആണ്. ആസാമിൽ ബി ജെ പി ആണ്. അതുപോലെ മേഘാലയയിൽ ബി ജെ പി ആണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ബി ജെ പി ആണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് എവിടെയൊക്കെയാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ ബി ജെ പി ആണ്. അരുണാചൽ പ്രദേശിൽ ബി ജെ പി ഭരിക്കുന്നു. നാഗാലാൻഡ് ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി ഭരിക്കുന്നു. മണിപ്പൂർ ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി ഭരിക്കുന്നു. ത്രിപുര ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി ഭരിക്കുന്നു. അപ്പോൾ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡിൽ ബി ജെ പിയും സഖ്യകക്ഷികളും കൂടിയാണ്. മണിപ്പൂരിൽ ബി ജെ പി തന്നെയാണ്. ത്രിപുരയിലും ബി ജെ പി ആണ്. അതുപോലെ തന്നെ മേഘാലയ എടുക്കുമ്പോൾ മേഘാലയയിലും ബി ജെ പിയും സഖ്യകക്ഷികളും കൂടിയാണ് ഭരിക്കുന്നത്. അപ്പം ബി ജെ പി അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയോ ബി ജെ പിയും സഖ്യകക്ഷികളും ഉൾപ്പെട്ട കക്ഷിയോമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആരാണ് അവിടെ ഭരിക്കുന്നത്? അത് നോക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരാരാണ്, അവിടുത്തെ റൂളിംഗ് പാർട്ടി ഏതാണ് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് അരുണാചൽ പ്രദേശ്. ആ അരുണാചൽ പ്രദേശിൽ ഭരിക്കുന്നത് ആരാണ്? പേമ ഖാൻഡു ആണ്. പേമ ഖാൻഡു ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഭാരതീയ ജനതാ പാർട്ടിയാണ്. പേമ ഖാൻഡു. അവിടെ എൻ ഡി എ സഖ്യകക്ഷികളുടെ കീഴിലാണ് ഭരണം നടക്കുന്നത്. അതുപോലെ തന്നെ ആസാമിൽ ഏതാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അതും ബി ജെ പിയുടെ ഒരു അലയൻസോട് കൂടിയാണ് ഭരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ മണിപ്പൂരാണ്. മണിപ്പൂരും ബി ജെ പി ആണ് ഭരിക്കുന്നത്. ബൈരൻ സിംഗ് ആണ് അവിടെ ബി ജെ പി ഭരിക്കുന്നത്. അതുപോലെ മേഘാലയ കോമ്രാഡ് സാങ്ങയാണ്. അത് നാഷണൽ പീപ്പിൾ പാർട്ടിയാണ് മേഘാലയയിൽ ഭരിക്കുന്നത്. നാഷണൽ പീപ്പിൾ പാർട്ടി അവിടെയാണ് ഭരിക്കുന്നത്. മിസോറാമിൽ ലാൽദുഹോമ എന്ന് പറയുന്നത് മിസോറാമിന്റെ പോയാൽ സോറാം പീപ്പിൾ മൂവ്മെന്റ് ആണ്. അതുപോലെ നാഗാലാൻഡിൽ നീഫുറിയോ ആണ്. അത് നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സിക്കിം ക്രാന്തികാരി മോർച്ചയാണ്.
പ്രേം സിംഗ് തമാങ് ആണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബി ജെ പി എവിടെ ഭരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത്. ഇനി മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ ബി ജെ പി ആണ്. കണ്ടോ, രാജസ്ഥാൻ ആ പ്രദേശത്ത് ബി ജെ പി ആണ്. അതുപോലെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ ബി ജെ പി ആണ്. പക്ഷെ നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ, അതിന്റെ തൊട്ടു മുകളിലുള്ള ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ്. അതുപോലെ നമുക്കറിയാം ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ്, നിങ്ങൾ മറക്കുന്നുണ്ടാവില്ല, ബി ജെ പി ആണ്. ഗുജറാത്ത് ബി ജെ പി ആണ്. അതുപോലെ മധ്യപ്രദേശ് അതും ബി ജെ പി ആണ്. ഛത്തീസ്ഗഡും ബി ജെ പി ആണ്. എന്നാൽ കോൺഗ്രസിന്റെ അലയൻസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോവ ബി ജെ പിയുടെ ഒരു അലയൻസ് തന്നെയാണ്, ബി ജെ പി ആണ്. അതേസമയം കർണാടകയിൽ കോൺഗ്രസ് ആണ്. കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. തെലുങ്കാനയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസും സഖ്യകക്ഷികളും കൂടി ഭരിക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബീഹാർ. കോൺഗ്രസിന്റെ ഒരു അലയൻസ് ആയിട്ടുള്ള കക്ഷിയാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബീഹാർ മാത്രമല്ല, അവിടെ ജാർഖണ്ഡിലും അവിടെ ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസും അതിനോട് സ്വാമ്യം നിൽക്കുന്ന കക്ഷിയുമാണ്. ഇപ്പൊ ബീഹാറിലെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അത് നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങളൊക്കെ ആരാ ഭരിക്കുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് തിരിച്ചു പോകാം. കറണ്ട് അഫയേഴ്സിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കറിയാം നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ് എവിടെ ഭരിക്കുന്നത്? നമ്മുടെ നാഗാലാൻഡ് ഭരിക്കുന്നത്. അപ്പോൾ നാഗാലാൻഡിൽ മന്ത്രിപദത്തിലൊക്കെ എത്തി അല്ലേ? നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതകൾ എത്തുന്നത്. ഒരാൾ മന്ത്രിയായി. 2023 ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതാണ്? ത്രിപുരയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവിടെ ത്രിപുരയിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായത് ത്രിപുര മോത്ത പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം കഴിച്ചു ഒരു പുതിയ പാർട്ടിയാണ്. അതിന് 13 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഓർത്തു വെക്കണം. 2023 ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര മോത്ത പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 13 ആണ്. ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി മണിക് സാഹയാണ്. ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി മണിക് സാഹയാണ്. അപ്പൊ ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. 32 സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2 വർഷം പഴക്കമുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ത്രിപുര മോദ പാർട്ടി, ത്രിപുര മോദ പാർട്ടിന്നോ ത്രിപുര മോദ പാർട്ടിയോ ശ്രദ്ധ പിടിച്ചു പറ്റി. അവിടുത്തെ മുഖ്യമന്ത്രി മണിക് സാഹയാണ്. നാഗാലാൻഡ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സഖ്യം ഏതാണ്? നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി, പ്രോഗ്രസീവ് പാർട്ടിയാണ്. നാഗാലാൻഡിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നാഗാലാൻഡിലെ നിലവിലെ മുഖ്യമന്ത്രി നെയ്ഫു റിയോ ആണ്. നാഗാലാൻഡ് നമുക്കറിയാലോ, നാഗന്മാരുടെ ലാൻഡാണ്. അവിടെ പാമ്പിനെയും പട്ടീനെയൊക്കെ വഴി കഴിക്കും. അപ്പൊ നല്ല നെയ്യുള്ള നാഗം, അങ്ങനെ ചോദിച്ചാൽ മതി. നെയ്ഫു റിയോ. ഫു എന്ന് പറയുമ്പോൾ സീൽക്കാരമാണല്ലോ പാമ്പിന്റെ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഞാൻ മുഖ്യമന്ത്രീനെ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ, ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹം പാമ്പിനെ കഴിക്കുമോ, അദ്ദേഹം ശൗര്യമുള്ള ആളാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നെയ്ഫു റിയോ. ഇപ്പം നാഗാലാൻഡിന്റെ വിജയികൾ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ്. ആ നാഗാലാൻഡിലാണ് ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആരൊക്കെയാണ്? സൽഹൌദു വോനുവോ, ഹെഗാനി ജഗാലു. നിലവിലെ മുഖ്യമന്ത്രി നൈഫു റിയോ ആണ്. ഇനി മേഘാലയ വരുമ്പോൾ മേഘാലയയിൽ നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ആ നാഷണലിസ്റ്റ് എന്ന് വരുന്നത് എല്ലായിടത്തും വരുന്നുണ്ട്. ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ നയിക്കുന്ന കോൺറാഡ് സാഗ്മയാണ് മേഘാലയയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. മേഘാലയയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? കോൺറാഡ് സാഗ്മ. മേഘാലയ.
മേഘാലയയും കോൺറാഡ് സാങ്മയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം? മേഘങ്ങളാണല്ലോ. മേഘാലയ എന്ന് പറയുമ്പോൾ മേഘത്തിന്റെ ആലയം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ കോൺറാഡ് സാഗ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മേഘവും സാഗ്മയും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി വെക്കുക. മേഘസാഗ്മ എന്ന് ഓർത്തു വെച്ചോളൂ. സാഗ്മ എന്നുള്ള പേര് അവിടെ ഉണ്ടാവുമല്ലോ. കോൺറാഡ് സാഗ്മ അങ്ങനെ ഓർത്തു വെക്കാം. ഇപ്പൊ മേഘങ്ങൾ സംഗമിക്കുന്നു. മേഘാലയാണല്ലോ. മേഘങ്ങൾ സംഗമിക്കുന്നു. അപ്പോ കോൺറാഡ് സാഗ്മ. അപ്പൊ 2023 മേഘാലയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ്. മേഘാലയയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? കോൺറാഡ് സാഗ്മയാണ്. മറ്റൊന്ന് കർണാടകയാണ്. കർണാടകയിൽ നമുക്കറിയാം കോൺഗ്രസ് വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസ് ആണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 70 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തി. അതുവരെ സംസ്ഥാനം ഭരിച്ചിരുന്ന BJP മാറി. അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. സിദ്ധരാമയ്യ, കർണാടകത്തിൽ സിദ്ധരാമയ്യ. ഇപ്പൊ 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതാണ്? അത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന് എത്ര സീറ്റുകളാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്? 70 സീറ്റുകളാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരാണ്? സിദ്ധരാമയ്യയാണ്. ഇനി നമുക്കറിയാം മിസോറാം വരുമ്പോൾ 2023 മിസോറാം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി മിസോറാമിന്റെ മിയെ പോയാൽ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് ആണ്. മിസോറാമിലെ മുഖ്യമന്ത്രി ലാൽഡുഹോമ ആണ്. എങ്ങനെയാണ് മിസോറാമും ലാൽഡുഹോമയും തമ്മിൽ ബന്ധിപ്പിക്കുക? മിസോറാമും ലാൽഡുഹോമയും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുക? ഒന്ന് ആർത്തു നോക്കൂ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അവിടെ നമുക്കറിയാം മിസോറാമിൽ നമുക്ക് 2 വാക്കുകൾ അറിയാം. മിസ് ഉണ്ട്, റാമുണ്ട്. അപ്പൊ രാമൻ ഉണ്ടല്ലോ അവിടെ. രാമന് വേണ്ടി ലഡു ഹോമിച്ചു എന്ന് ഓർത്തു വെച്ചാൽ മതി. രാമന് വേണ്ടി ലഡു ഹോമിച്ചു, ലാൽഡുഹോമ. അപ്പൊ മിസോറാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ലാൽഡുഹോമ ആണ്. അപ്പൊ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് ആണ് മിസോറാമിൽ. സെറ്റ് PM. അപ്പൊ ഒന്നുകൂടി നോക്കാട്ടോ, ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരും കാര്യങ്ങളും ഒന്ന് ഓർത്തു വെച്ചോളൂ. അതായത് നാഗാലാൻഡിൽ ആ 2 സ്ത്രീകൾ പേരിന്റെ പ്രത്യേകത കൊണ്ട് നമ്മൾക്ക് ഓർത്തു വെക്കും. അതില് ഹെഗാനി ജഗാലു എന്തായി മാറി? മന്ത്രിയായിട്ട് മാറി അല്ലെ? അവിടുത്തെ ആദ്യത്തെ മന്ത്രിയാണ്. ത്രിപുരയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ ത്രിപുരയിൽ ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, ത്രിപുര മോത്ത പാർട്ടി, തിപ്ര മോദ പാർട്ടി അങ്ങനെയും പറയും. 13 സീറ്റ് നേടി. ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സാഹയാണ്. എങ്ങനെ ഓർത്തു വെക്കും? ത്രിപുര മണിക് സാഹ. ത്രിപുരയല്ലേ? എന്ന് പറയുമ്പോൾ എപ്പോഴും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ത്രിമൂർത്തി. ആ ത്രിമൂർത്തികളുടെ 3 അമ്പലമാണ് വിചാരിച്ചോളൂ ത്രിപുര എന്ന് പറയുന്നത്. വെറുതെ ഓർത്തു വെക്കുക. അവിടെ മണിയടിക്കുകയാണ്. അപ്പൊ ത്രിപുര മണിക് സാഹയാണ്. ത്രിപുരയിൽ മണിക് സാഹയാണെങ്കിൽ നാഗാലാൻഡിൽ ഞാൻ പറഞ്ഞു നാഗം നല്ല നെയ്യുള്ള എന്നൊക്കെ ഓർത്തു വെച്ചു അല്ലെ? അവിടെ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സഖ്യമാണ്. നെയ്യുള്ള നെയ്ഫ്യൂ ഫു എന്ന് പറഞ്ഞാൽ നാഗത്തിന്റെ ഒരു ശീൽക്കാര ശബ്ദമാണല്ലോ. നെയ്ഫ്യൂ റിയോ. അവിടെ നാഗാലാൻഡിലാണ് 2 വനിതകൾ സ്ഥാനമേൽക്കുന്നത്. മേഘാലയയിൽ നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടിയാണ്. മേഘാലയയിൽ മേഘത്തിന്റെ സംഗമം അങ്ങനെ ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺറാഡ് സാഗ്മ എന്ന് നമുക്ക് അവിടെ കിട്ടും. കർണാടകയിൽ സിദ്ധരാമയ്യയാണ്, കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി മിസോറാമിന് മാത്രം മീ ഒഴിവാക്കിയാൽ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് ആണ്. മിസോറാമിലെ നിലവിലെ മുഖ്യമന്ത്രി റാം എന്ന് ഓർത്തു വെക്കുമ്പോൾ അവിടെ ലഡു ഹോമിച്ചു, ലാൽഡുഹോമ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇപ്പൊ മിസോറാമിൽ സോറാം പീപ്പിൾസ് മൂവ്മെന്റ്, മിസോ നാഷണൽ ഫ്രണ്ട് ആയിരുന്നു ഇതുവരെ അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പൊ പീപ്പിൾസ് മൂവ്മെന്റ് ആയി. നിലവിലെ മുഖ്യമന്ത്രി ലാൽഡുഹോമയാണ്. ഛത്തീസ്ഗഡിൽ 2023 തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ വിജയിച്ചത് ഛത്തീസ്ഗഡ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി.
ഇപ്പൊ ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ അവിടെ ചത്തുണ്ട്, മരിച്ചു എന്നുള്ള ഓർമ്മയിൽ അങ്ങനെ വെക്കാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ വലിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രാജ്ഘട്ട് അല്ലെ, ഓരോ ഗഡിലാണ് എന്ന് വിചാരിക്കും. അപ്പൊ ഛത്തീസ്ഗഡ്. അപ്പൊ അവിടുത്തെ ആളുകള് വിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരിച്ച ആളെ കണ്ടുകൊണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോ എങ്ങനെ നോക്കാം. ഇപ്പൊ ഛത്തീസ്ഗഡിൽ വിജയികൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിലവിലെ മുഖ്യമന്ത്രി ശ്രീ വിഷ്ണു ദിയോ സായിയാണ്. തെലങ്കാനയിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? തെലങ്കാനയിൽ നമുക്കറിയാം കോൺഗ്രസ് ആണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. അനുമൂല രേവന്ത് റെഡ്ഡിയാണ്. അനുമൂല രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ. അപ്പൊ തെലങ്കാനയിൽ തെലുങ്കുമുണ്ട്, ആനയുമുണ്ട്. അപ്പൊ അനുമൂല രേവന്ത് റെഡ്ഡി ആനയെ കണ്ടപ്പോ നോക്കൂ, തെലങ്കാനയിൽ ആനയുണ്ട്. ആനയെ കണ്ടപ്പോ നമ്മൾ ഒരു മൂലയിലേക്ക് മാറി നിന്നു. അനുമൂല, തെലങ്കാന അനുമൂല രേവന്ത് റെഡ്ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. കർണാടകയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിക്കുന്നത്. മധ്യപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മോഹൻ യാദവ് ആണ്. ഇപ്പൊ മധ്യപ്രദേശാണ്. ആ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെ എങ്ങനെ മോഹൻ യാദവ് എന്ന് ഓർത്തു വെക്കും? മോഹൻ യാദവ് എന്ന് ഓർത്തു വെക്കാൻ മധ്യപ്രദേശ് അല്ലേ? അപ്പോ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി നല്ല ആളാട്ടാ. ഞാനത് നിങ്ങൾക്ക് യാദവന്മാരാണ് അല്ലേ? ഒരു യാദവൻ മദ്യം കഴിച്ച് മോഹാലസ്യപ്പെട്ടു എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം മദ്യമൊന്നും കഴിക്കില്ല, എനിക്കറിയില്ല. നിങ്ങൾ അതിനെ ആ രീതിയിൽ ഒന്ന് ഓർത്തു വെക്കാൻ. ഒരു യാദവൻ മദ്യം കഴിച്ച് മോഹാലസ്യപ്പെട്ടു. അദ്ദേഹം മദ്യം കഴിക്കുന്ന ആളല്ല, പക്ഷെ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി മധ്യപ്രദേശ്. ഇപ്പൊ മധ്യപ്രദേശിലെ വിജയികൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിലവിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ്. രാജസ്ഥാനിലും ഭാരതീയ ജനതാ പാർട്ടിയാണ്. രാജാവാണ്. ആ രാജാവിൻ്റെ അടുത്ത്, രാജാവിൻ്റെ ശാലകളിലൊക്കെ അദ്ദേഹത്തെ ഭജനകൾ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കുക. ഭജൻലാൽ ശർമ്മ, രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ 2023 ജർമ്മനി, നമുക്ക് പ്രധാനമന്ത്രി എന്നുള്ളത് പോലെ അവിടെ പ്രധാനപ്പെട്ട ഒരാളാണ് ചാൻസലർ. ജർമ്മനിയുടെ ചാൻസലർ ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഒലാഫ് ഷോൾസ് ആണ്. ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിൽ നിന്ന് ലാഫ്, നന്നായി ചിരിക്കുന്ന, നല്ല ഷോൾഡറൊക്കെ ഉള്ള ഒരു ചാൻസലർ ഇന്ത്യ സന്ദർശിച്ചു എന്ന് പറയാം. നന്നായി ചിരിക്കും, നിങ്ങളുടെ മനസ്സിൽ കാണുന്ന വലിയ ഷോൾഡറൊക്കെ ഉള്ള ആൾ ആ ചാൻസലർ ഇന്ത്യ സന്ദർശിച്ചു. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് ഇന്ത്യയാണ് വേദിയായത്. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദ്, അവിടെ പട്ടം പറത്തുകയാണ്. അപ്പോ ഈ പട്ടം പറത്തുന്ന കുട്ടികൾ അല്ലെ, കുട്ടികളാണ് പട്ടം പറത്തുക. അപ്പൊ കുറച്ച് വികൃതിയുള്ള കുട്ടികളായിരിക്കും. ചെറിയ അഹമ്മദിയൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് അല്ലെ. അഹമ്മദിയുള്ള കുട്ടികൾ പട്ടം പറത്തി എന്ന് ഓർത്ത് വെച്ചാൽ മതി. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ്. പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി. ഇന്ത്യ, നമുക്കറിയാം കോവിഡ് ബാധിച്ച ഇന്ത്യ എല്ലാവർക്കും വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് ലോക ശ്രദ്ധയെ ആകർഷിച്ചു അല്ലേ. ഒരു വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുകയും ചെയ്തു. ആ കോവിഡ് വാക്സിന്റെ സ്റ്റോറിയാണ്, എങ്ങനെയാണത് സക്സസ് ആയത് എന്നുള്ളതാണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം. കോവിഡ് ഒരു വൈറസ് ആണെന്ന് അറിയാം. ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ആഞ്ഞടിച്ചു. അത് എഴുതിയ ആള് ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറുമാണ്. എങ്ങനെ പേരോർത്ത് വയ്ക്കാം? ഈ വൈറൽ സ്റ്റോം, ഈ വാക്സിൻ ഇല്ലെങ്കിൽ ഇന്ത്യ ആകെ ആഷായി മാറിയിരുന്നു. പക്ഷെ ആ ചാരത്തിൽ നിന്നും ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നു, ചന്ദോർക്കർ. മാത്രമല്ല, ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സുധീരമായി അവർ പോരാടി. അപ്പൊ സൂരജ് സുധീറുമായി. അപ്പൊ ഈ ചാരത്തിൽ നിന്നും, ആഷിൽ നിന്നും ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നു. അതാണ് ആ വാക്സിൻ, ആശിഷ് ചന്ദ്രോക്കർ. എന്നിട്ടോ ഈ നാട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ രാജ്യത്തിന് വേണ്ടി സുധീരമായി പോരാടി, സൂരജ് സുധീറും.
ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എഴുതിയ രണ്ടാളുകളാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാര്? മറ്റൊരു ചോദ്യമാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെൻ ആണ്. അമർത്യ സെൻ നമുക്കറിയാം, സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ്. സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. നോബൽ സമ്മാനവും ഭാരതരത്നവും ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. നോബൽ സമ്മാനവും ഭാരതരത്നവും ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. നോബൽ സമ്മാനം അദ്ദേഹത്തിന് 1998 കിട്ടുന്നത്. വെൽഫെയർ എക്കണോമിക്സിന്റെ സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് 1998 നോബൽ സമ്മാനം കിട്ടുന്നത്. അമർത്യ സെന്നിന് ആ പേര് നൽകുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, നളന്ദ സർവകലാശാല അടുത്തിടെ പുനരുദ്ധരിക്കപ്പെട്ടു. ആ പുനരുദ്ധരിക്കപ്പെട്ട നളന്ദ സർവകലാശാലയുടെ പ്രഥമ ചാൻസലർ ആയിരുന്നു. അമർത്യ സെന്നിന്റെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവം ബംഗാൾ ക്ഷാമമാണ്. അപ്പൊ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരാണ്? നല്ല ഷോൾഡറുള്ള, നന്നായി ചിരിക്കുന്ന, ലോഫ് ചെയ്യുന്ന ഒരാളാരാണ്? ഒലാഫ് ഷോൾസ്. നോക്കൂ, നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. മെമ്മറീസ് ആർ കണക്ഷൻസ്. നിങ്ങൾ ഓർക്കേണ്ടത് മെമ്മറികൾ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്. ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. മാത്രമല്ല, നമുക്ക് പലപ്പോഴും ഓർത്തിരിക്കാൻ ഇഷ്ടം കഥകളാണ്. അതിനെ കഥകളാക്കി വെക്കുക. വലിയ ബന്ധമൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കുന്ന കഥകൾക്ക് പകരം നിങ്ങളാണ് ഈ കഥകൾ സ്വയം ഉണ്ടാക്കുന്നത്, ഈ കണക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതൊന്നുകൂടി ഉറച്ചു നിൽക്കും. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം ഏതാണ്? ഇപ്പൊ കൈറ്റാണ്, പട്ടമാണ്, വികൃതി കുട്ടികളാണ് പകർത്തുന്നത്. കുട്ടികൾക്ക് ചെറിയ അഹമ്മദിയൊക്കെ വേണം. കുറച്ച് അഹമ്മദിയുള്ള കുട്ടികളാണ് പട്ടം പറത്തുന്നത്. അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി. കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. കോവിഡ് വന്നിരുന്നെങ്കിൽ, ആ സ്റ്റോമിന് നമ്മൾ വിധേയമായിരുന്നെങ്കിൽ നമ്മൾ ആഷ് ആയി പോകുമായിരുന്നു. അപ്പൊ അവിടെ ആഷിഷ് ഉണ്ട്. ആ ആഷിൽ നിന്നാണ് ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നത്. അപ്പൊ ആഷിഷ് ചന്ദ്രോക്കർ. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സൂരജ് ധീരമായി അവർ പോരാടി. സൂരജ് സുധീറും. ആഷിഷ് ചന്ദ്രോക്കറും സൂരജ് സുധീറുമാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെൻ ആണ്. സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ അമർത്യ സെൻ ആണ്. നോബൽ സമ്മാനവും ഭാരതരത്നവും ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ ആണ്. അമർത്യ സെന്നിന്റെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവം ഏതാണ്? ബംഗാൾ ക്ഷാമമാണ്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാൻ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. നിങ്ങൾക്കോ? ഷാരൂഖ് ഖാൻ. നമുക്കറിയാം, വാണി ജയറാം അടുത്തിടെ അന്തരിച്ചു. അവരുടെ ശരിയായ പേര് കലൈവാണി എന്നാണ്, അല്ലേ? ആകാശവാണിയിലൂടെയാണ് ഞാനൊക്കെ വാണി ജയറാമിനെ ആദ്യം കേൾക്കുന്നത്. വാണി എന്ന് പറഞ്ഞാലും ശബ്ദമാണ്. കലൈവാണി, അല്ലേ? കലാകാരിയാണ്. ഇപ്പൊ വാണി ജയറാം കലൈവാണിയാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഇന്ത്യയുടെ പ്രശസ്ത പിന്നണി ചലച്ചിത്ര ഗായികയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഈ ഭാഷകളിലൊക്കെ തന്നെ, മറാത്തി, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ചലച്ചിത്ര പുരസ്കാരം അവർ 3 തവണ നേടിയിട്ടുണ്ട്. ഇപ്പൊ വാണി ജയറാം അന്തരിച്ചു. അവരുടെ പേര് കലൈവാണി എന്നാണ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ പഠാൻ ആണ്. സംവിധാനം സിദ്ധാർത്ഥ് ആനന്ദാണ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? പഠാൻ. രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ചെന്നൈ. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമാണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം. എന്നാൽ രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ഏതാണ്? ചെന്നൈ ആണ്. ഇപ്പൊ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ആരാണ്? ഷാരൂഖ് ഖാൻ ആണ്. ഗായിക വാണി ജയറാമിന്റെ യഥാർത്ഥ പേര് എന്താണ്? കലൈവാണി എന്നാണ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ അത് പഠാൻ ആണ്. രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം അതേതാണ്? ചെന്നൈ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലാണ്. ആദ്യത്തെ മെട്രോ
എവിടെയാണ് മെട്രോ റെയിൽ വന്നതും കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിലാണ് വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് ആദ്യമായിട്ട് നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയാ? എറണാകുളം, ആലപ്പുഴ. എറണാകുളവും ആലപ്പുഴയുമാണ്. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ ഒരു പ്രദേശമുണ്ട്. 90% കുട്ടനാടാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, കേരളത്തിന് സ്വന്തമാണ്. കൊച്ചി വാട്ടർ മെട്രോ ആണ്. എന്നാൽ റെയിൽവേ മെട്രോ റെയിൽവേ കൊൽക്കത്തയിലാണ്. അവിടെ തന്നെയാണ് വെള്ളത്തിനടിയിലൂടെ തുരങ്കത്തിലൂടെ ആദ്യത്തെ മെട്രോ ട്രെയിൻ പരീക്ഷണം നടന്നത്. ഈ കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട 10 ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ടൂറിസത്തിലും വലിയ മാറ്റം കൊണ്ടുവരും. ഈ വാട്ടർ മെട്രോ റെയിലിന് അനുബന്ധമായി നടത്തിയതാണ് വാട്ടർ മെട്രോ. ആ വാട്ടർ മെട്രോ കൊച്ചി മെട്രോ റെയിൽ എന്ന് പറയുന്നത് 8ാമത്തെ മെട്രോ റെയിലാണ്. ആദ്യത്തേത് കൊൽക്കത്തയിലാണ്, നമ്മുടേത് 8ാമത്തേതാണ്. പക്ഷെ വാട്ടർ മെട്രോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, കൊച്ചിയിലാണ്. അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും കൊച്ചി മെട്രോ റെയിൽ ആണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, KMRL എന്ന് പറയും. രണ്ടിനും നിയന്ത്രണം വഹിക്കുന്നത്. അപ്പൊ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിനാണ്, പക്ഷെ വാട്ടർ മെട്രോ ലിമിറ്റഡിനാണ് സർവീസിന്റെ ചുമതല. മേൽനോട്ടം വഹിക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഇപ്പൊ വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ തന്നെയാണ് ആദ്യത്തെ മെട്രോ റെയിൽവേ വരുന്നത്. എന്നാൽ കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, ആലപ്പുഴയാണ്. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അത് കുട്ടനാടാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട 10 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ ഏത് മേഖലകളിൽ വലിയ മാറ്റം കൊണ്ടുവരും? പ്രധാനമായും ടൂറിസം ഗതാഗതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സർവീസ് ചുമതല വാട്ടർ മെട്രോന് തന്നെയാണെങ്കിലും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് KMRL ആണ്. കൊച്ചി ഏതാണ്? മെട്രോ റെയിൽവേ ലിമിറ്റഡ്. കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് ആണ്. KMRL ആണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിക്കും മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് 1.5 വർഷം കൊണ്ട് ഈ വരാൻ പോകുന്ന PSC മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്ന PSCകളിലും 10th ലെവലുള്ള ഏത് എക്സാമും ക്ലിയർ ചെയ്യുന്നതിന് വളരെ ഹാപ്പിയായി, കൂളായി, റിലാക്സഡായി ഒരു സർക്കാർ ജോലി വരെ നിങ്ങൾക്കൊരു കോഴ്സ് വേണമോ? കംപ്ലീറ്റ് കവർ ചെയ്യുന്ന കോഴ്സാണ് നമ്മുടേത്. വെറും 2053 രൂപയാണ് ചിലവ്. ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇതിൽ ചേരണമെന്നുണ്ടെങ്കിൽ 8075963937 എന്ന എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 2053 രൂപയ്ക്ക് നിങ്ങൾക്ക് 1.5 വർഷത്തേക്കുള്ള ഈ കോഴ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.